ആർക്കെ നെക്സ്റ്റ്. അപ്പൊ നമ്മുടെ മേരി ദുനിയ കി തമാം ബച്ചെ എന്ന ചാപ്റ്ററിലെ മുഴുവൻ 1 മാർക്ക് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം കൂട്ടുകാരിലേക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ എത്തിക്കുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നോക്കാം. നമ്മുടെ ചാപ്റ്റർ മേരി ദുനിയ കി തമാം ബച്ചെ എന്നുള്ളതാണ്. അദ്നാൻ കഫീൽ ദർവേസ് ആണ് നമ്മുടെ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്, നമ്മുടെ കവിത എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, വോ ജമാ ഹോംഗെ ഏക് ദിൻ, കോൺ ജമാ ഹോംഗെ, ആരാണ് അവിടെ കൂട്ടം കൂടിയത്, കൂട്ടം കൂടുമെന്ന് പറഞ്ഞത് ആരെ കുറിച്ചായിരുന്നു? കുട്ടികളെ അല്ലെ. മേരി ദുനിയ കി തമാം ബച്ചെ. രണ്ടാമത്തേത് നോക്കൂ, ഉത്തരങ്ങളൊക്കെ ഇവിടെയുണ്ട്. രണ്ടാമത്തെ ചോദ്യം, കവിതാമേ വോ കാ പ്രयोग കിസ്കെ സംബന്ധ മേ ഹുവാ ഹെ, ഈ കവിതയില് വോ എന്ന പദം ഉപയോഗിക്കുന്നത് ആരെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നോക്കൂ, ഈ വോ എന്ന ശബ്ദം ബച്ചോं के संबंध में, കുട്ടികളെ കുറിച്ച് പറയാനാണ്. അടുത്തത് ബച്ചെ ക്യോ ജമാ ഹോംഗെ, കുട്ടികള് എന്തിനാണ് കൂട്ടം കൂടുന്നത്? ഖേൽനെ കെ ലിയെ, കളിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബച്ചെ ദീവാരോं पर क्या करेंगे, കുട്ടികള് ചുമരിന്റെ മുകളിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നോക്കിയേ, പെൻസിൽ കി നോക്ക് സേ രഗഡേംഗെ, പെൻസിലിന്റെ ഈ ഒരു അഗ്രഭാഗം കൊണ്ടും ചുമരിന്റെ മുകളിലൊക്കെ വരച്ചു കളിക്കാനായിരുന്നു കുട്ടികൾ കൂട്ടം കൂടിയിരുന്നത്. അടുത്ത നോക്കാം, ബച്ചെ ദീവാരോं पर പെൻസിൽ കി നോക്ക് രഗഡേംഗെ, ഇസ്കാ ക്യാ മത്ലബ് ഹെ, കുട്ടികൾ ചുമരിന്റെ മുകളിൽ പെൻസിലിന്റെ അഗ്രഭാഗം കൊണ്ട് വരച്ചു കളിക്കുന്നു അല്ലെങ്കിൽ ഉരച്ചു കളിക്കുന്നു. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. നോക്കൂ, ബച്ചെ അപ്നെ വിചാർ ഓർ ഭാവനായി ഖുൽകർ പ്രകട് കരേംഗെ, കുട്ടികൾ തന്റെ ഉള്ളിലുള്ള എല്ലാ ഭാവനകളും അതുപോലെ തന്നെ ചിന്തകളും എല്ലാം തന്നെ തുറന്നു കാണിക്കാനാണ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ബച്ചെ ടാങ്കോ മേ ക്യാ ഭർ ദേംഗെ, എന്താണ് നിറയ്ക്കുന്നത്? നോക്കൂ, ബാലു ഭർ ദേംഗെ അല്ലെ. അടുത്ത നോക്കാം, ബച്ചെ കിസ് പർ ഛേദ് കരേംഗെ, കുട്ടികൾ എന്തിനെയാണ് ഛേദിക്കുന്നത്? നോക്കൂ, കുട്ടികൾ ദീവാർക്കോ അല്ലെ, ചുമരിനെയാണ് ഛേദിക്കുന്നത്. അടുത്ത നോക്കാം, ബച്ചെ ബന്ദൂക്കോം കോ കഹാ ദബാ ദേംഗെ, കുട്ടികള് ബന്ദൂക്കോം തോക്കിനെ എവിടെയാണ് കുഴിച്ചിടുന്നത് എന്നാണ് ചോദിക്കുന്നത്. നോക്കിയേ, മിട്ടി മേൻ, മണ്ണിനടിയിൽ. അടുത്ത ചോദ്യം, ബച്ചെ ദുനിയാ കോ കൈസേ ബനാനാ ചാഹത്തെ ഹെ, കുട്ടികൾ ഈ ലോകത്തെ എങ്ങനെയാക്കി തീർക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? നോക്കാം നമുക്ക്, സുന്ദർ, വളരെ സുന്ദരമായ ഒരു ലോകമാക്കി തീർക്കണമെന്നാണ് കുട്ടികൾ ഇവിടെ ചിന്തിക്കുന്നത്. അടുത്ത നോക്കാം, മേരി ദുനിയാ കെ തമാം ബച്ചെ കിസ്കി കവിത ഹെ, ഇത് നിങ്ങൾ കമന്റ് ചെയ്യണം. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണിത്. അപ്പൊ കുട്ടികൾ എല്ലാവരും കമന്റ് ചെയ്യുക. ഇതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസ് ആണ് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് മേരി ദുനിയാ കി തമാം ബച്ചെ എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് പഠിക്കാം. 10 മാർക്കാണ് ഈ ഒരു 10 ക്വസ്റ്റ്യനോട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഓക്കെ, വീഡിയോസ് ആയി നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.